നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഐ ടിയുടെ ഭാഗത്ത്, കമ്പ്യൂട്ടർ ബേസിക്സിന്റെ ഭാഗത്ത് കഴിഞ്ഞ എക്സാമിന് സെക്രട്ടേറിയറ്റ് പോയ എക്സാമിന് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് പോയ മെയിൻസ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി ഒരു ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ആ ഒരു നിലവാരമുള്ള ചോദ്യമായിരുന്നു ഐ ടിയുടെ ഭാഗത്ത് ചോദിച്ചിരുന്നത്. പൊതുവെ സിമ്പിൾ ആയിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ല ടഫ് ആയിട്ടായിരുന്നു ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നും അതേപോലെ ഐ ടിയുടെ ഭാഗത്തു നിന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്ന് ഡിഗ്രി ലെവൽ എക്സാമിന് വരെ ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ്, ഒരു ടോപ്പിക്കാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പ്രത്യേകിച്ച് നമുക്കറിയാം 3 മാർക്കാണ് ഈ കമ്പ്യൂട്ടർ ബേസിക്സിന് സെക്രട്ടേറിയറ്റ് ഓയുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തടക്കം 5 ചോദ്യങ്ങളാണ് ഈ ഐ ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. 5 ചോദ്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഫാക്റ്റുകളും ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇതായിരുന്നു ഒരു ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. അതിൽ ഒന്നാമത്തെ പ്രസ്താവന, പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കീ Ctrl+M. ഈ പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണല്ലേ. പൊതുവെ ഇപ്പോൾ ഈ ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുടെ ഒക്കെ ഉപയോഗം കുറവാണ്. പ്രത്യേകിച്ച് PDF ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ സ്ലൈഡുകൾ വരെ തയ്യാറാക്കുന്നത്. വേർഡ് ഉപയോഗിച്ചിട്ട് സ്ലൈഡ് തയ്യാറാക്കി PDF ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നവർ പോലും ചെയ്യാറുള്ളത്. അപ്പൊ ഈ ഒരു തീരെ ഉപയോഗിക്കാത്തൊരു ഫീൽഡ് തന്നെ പറയാം ഈ പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകൾ. അപ്പൊ അതിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ട് കീയുടെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. Ctrl+M ആണ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെന്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് മെനുവിലാണ് ഉള്ളത്. പിന്നെ മൂന്നാമത്തത്, ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിന്റെ എക്സ്റ്റൻഷൻ .ods ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷൻ ആണ് ആവറേജ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിലെ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഈ 5 സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള, ഇതിൽ ആഴത്തിൽ അറിവുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന ചോദ്യങ്ങളായിരുന്നു അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് PSC പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. പക്ഷെ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഉത്തരം ഇതിൽ ഓപ്ഷൻ ഡി ആണ്. സോറി, PSC കൊടുത്തിട്ടുള്ളത് ഈ ബി ആൻസർ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഡി ആണ് കറക്റ്റ് ആൻസർ എന്നാണ്. കാരണം ഇത് എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പോലെ സ്ലൈഡ് ചേർക്കുന്നത് Ctrl+M ഉപയോഗിച്ചിട്ടാണ്. ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഡോക്യുമെന്റ് ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് മെനുവിലാണുള്ളത്, അതും കറക്റ്റ് ആണ്. പിന്നെ ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിന്റെ എക്സ്റ്റൻഷൻ .ods ആണ്, അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷൻ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷൻ ആണ് ആവറേജ്, അതും കറക്റ്റ് ആണ്. അതൊക്കെ കറക്റ്റ് ആണ്. അഞ്ചാമത്തതും കറക്റ്റ് തന്നെയാണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിലെ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഒരു ഡാറ്റയുള്ള എല്ലാ ഇതിന്റെയും എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അതിലൂടെ ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ വരേണ്ടിയിരുന്നത്. പ്രൊഫഷണൽ ആൻസർ കീഴിൽ ഓപ്ഷൻ ബി ആണ് കൊടുത്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. ഒരു പക്ഷെ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് മാറി വരാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഈ പറയുന്ന ഫംഗ്ഷനുകളെ കുറിച്ചൊന്ന് നോക്കാം. അപ്പൊ ഈ പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഷോർട്ട് കീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞ പുതിയ സ്ലൈഡ് ആഡ് ചെയ്യാനുള്ള Ctrl+M തന്നെയാണ്. പിന്നെ Ctrl+N ആണെങ്കിൽ ന്യൂ പ്രസന്റേഷൻ എന്നതാണ്. ന്യൂ പ്രസന്റേഷൻ ആണ് Ctrl+N. എമ്മും എന്നും കണക്ട് ചെയ്ത് തന്നെ പഠിച്ചേക്കുക. എം ആണെങ്കിൽ ന്യൂ സ്ലൈഡ് ആണ്, എൻ ആണെങ്കിൽ ന്യൂ പ്രസന്റേഷൻ ആണ്. ന്യൂ സ്ലൈഡ് എം, ന്യൂ പ്രസന്റേഷൻ എൻ. പിന്നെ Ctrl+O എല്ലായിടത്തും പറയുന്നത് പോലെ തന്നെ ഓപ്പൺ പ്രസന്റേഷൻ ആണ്. ഓപ്പൺ എന്നുള്ളതിന് വേണ്ടിയാണ് Ctrl+O ഉപയോഗിക്കുന്നത്. Ctrl+S പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാ ഫംഗ്ഷനിലും എവിടെയും Ctrl+S ഉപയോഗിച്ച് കഴിഞ്ഞാൽ സേവ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. പിന്നെ F5 ആണ് സ്ലൈഡ് ഷോ ആരംഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ. F5 ആണ്. പിന്നെ പ്രസന്റേഷൻ ക്ലോസ് ചെയ്യാനാണെങ്കിൽ Ctrl+W ആണ്. Ctrl+W എന്ത് ചെയ്യാനാണ്? പ്രസന്റേഷൻ ക്ലോസ് ചെയ്യാനാണ്. പിന്നെ Ctrl+Z എല്ലാവർക്കും അറിയുന്നതാണ്, അണ്ടോ
Ctrl+Y കേട്ടോ അല്ലെ. അതായത് പിന്നെ മുൻപിലത്തെ സ്ഥിതിയിലേക്ക് പോകാൻ വേണ്ടിയുള്ളതാണ് ഇത് രണ്ടും അല്ലെ. ഒന്ന് പ്രിന്റ് Ctrl+Z അടിക്കുകയാണെങ്കിൽ അണ്ടോ Ctrl+Y അടിക്കാണ് റിഡോ. റിഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ടോ അടിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോകണമെങ്കിൽ ഉപയോഗിക്കുന്ന സാധനമാണ് റിഡോ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ അല്ലെ, Ctrl+Y. പിന്നെ പ്രിന്റിന്റെ ഷോർട്ട് കട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. Ctrl+P ആണ്, Ctrl+P ആണ് പ്രിന്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ഉണ്ടാക്കാനാണെങ്കിൽ അവിടെ Ctrl+Shift+D ആണ്. ഡ്യൂപ്ലിക്കേറ്റ് ഷെയ്ഡ് Ctrl+Shift+D. ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളതിന്റെ ഡി, പിന്നെ കൺട്രോളും ഷിഫ്റ്റും ഉണ്ടാവുന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ ഒബ്ജക്റ്റുകൾ ഗ്രൂപ്പ് ചെയ്യാൻ Ctrl+G. അതൊന്നും പിന്നെ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഇല്ല. പിന്നെ ഇൻസേർട്ട് ചെയ്യാൻ Ctrl+Alt+M ആണ്. Ctrl+Alt+M ആണ് ഒരു കമന്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ. Ctrl+M നമ്മൾ പറഞ്ഞു എന്താണ്, പുതിയ സ്ലൈഡ് കൂട്ടിച്ചേർക്കാനാണ് അല്ലെ. Ctrl+Alt+M ആണെങ്കിൽ എന്ത് ചെയ്യാണ്, ഒരു കമന്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ അൺഗ്രൂപ്പ് ഒബ്ജക്ട്സ് എന്താണ്, ഗ്രൂപ്പ് ഒബ്ജക്ട്സ് നമ്മൾ പറഞ്ഞു G ആണ്. അൺഗ്രൂപ്പ് ആണെങ്കിൽ Ctrl+Shift+G ആണ്. മറ്റേത് Ctrl+G ആണ് ഗ്രൂപ്പ് ചെയ്യാൻ. അൺഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഒരു ഷിഫ്റ്റ് കൂടി അതിന്റെ ഇടക്ക് കൂട്ടിച്ചേർത്താൽ മതി. Ctrl+Shift+G ആണ്. പിന്നെ ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ Ctrl+K ആണ്. ഹൈപ്പർ ലിങ്ക് Ctrl+K ആണ്. അത് പ്രത്യേകിച്ച് ഓർത്ത് വെക്കണം, കാരണം H ഒക്കെ Ctrl+H ഒക്കെ ഓപ്ഷനിൽ തരും. അല്ല, ഏതാണ് Ctrl+K ആണ് ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ. പിന്നെ Ctrl+A എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കീ ആയിരിക്കും. Ctrl+A എന്ന് പറഞ്ഞാൽ സെലക്ട് ആൾ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് Ctrl+A. അതായത് ആ ഡോക്യുമെന്റ്സിലുള്ള മൊത്തം കണ്ടന്റും സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമന്റ് ആണ് Ctrl+A എന്ന് പറയുന്നത്. അത് എല്ലായിടത്തും അത് തന്നെയാണ്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ മാത്രമല്ല, എക്സൽ ആണെങ്കിലും വേർഡിലാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് Ctrl+A. പിന്നെ പേസ്റ്റ് നമുക്കറിയാം Ctrl+V ആണ്. കട്ട് Ctrl+X ആണ്. കോപ്പി Ctrl+C ആണ്. അതൊക്കെ സ്ഥിരമായിട്ട് എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീസ് ആണ് അല്ലെ. ഓക്കെ. ഇനി നമ്മൾ ഈ പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയെന്ന് നോക്കാം. എന്തിനാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാമല്ലോ അല്ലെ. നമ്മൾ ഈ സ്ലൈഡ് ഷോ ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകൾ. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ് അതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റിന്റെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ്. പിന്നെ ഗൂഗിൾ സ്ലൈഡ്സ് ഉണ്ട്, ആപ്പിൾ കീനോട്ട് ഉണ്ട്, സ്ലൈഡ് ഡോഗ് ഉണ്ട്, പ്രസി ഉണ്ട്, സ്ലൈഡ് റോക്കറ്റ് ഉണ്ട്. ഇതൊക്കെ കോമൺലി യൂസ് ചെയ്യുന്ന പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകളാണ്. മെയിൻ ആയിട്ട് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ ഗൂഗിൾ സ്ലൈഡ്, ആപ്പിൾ കീനോട്ട്, സ്ലൈഡ് ഡോഗ്, പ്രസി, സ്ലൈഡ് റോക്കറ്റ്, ഇതൊക്കെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകളാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ആ രീതിയിലൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. നേരത്തെ താഴെ പറയുന്നവരിൽ പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന് ഉദാഹരണമല്ലാത്തത് ഏത് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ് സ്പ്രെഡ്ഷീറ്റ് അല്ലെ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളെ കുറിച്ച് പഠിച്ചു വെക്കേണ്ടത്. എന്തിനാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ നമ്മൾ യൂസ് ചെയ്യുക? ഒരു ഗ്രിഡ് അല്ലെങ്കിൽ ടേബുലാർ ഫോർമാറ്റിൽ ഡാറ്റ സംഘടിപ്പിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനുമുള്ള ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. നമുക്കറിയാം, നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. എക്സൽ ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്, മൈക്രോസോഫ്റ്റ് എക്സൽ. എന്തിനാണ്? ഒരു ടേബുലാർ ഫോർമാറ്റിൽ നമുക്കിപ്പോ ഡാറ്റകൾ പരസ്പരം കമ്പയർ ചെയ്യണം, ആഡ് ചെയ്യണം, ഇക്വേഷൻ ഒക്കെ കൊടുത്തിട്ട് പിന്നെ ചെയ്യണം. ആ രീതിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഗ്രിഡ് അല്ലെങ്കിൽ ടേബുലാർ ഫോർമാറ്റിൽ ഡാറ്റ ശേഖരിക്കുക, അത് വിശകലനം ചെയ്യുക, കമ്പയർ ചെയ്യുക. അതോടൊപ്പം പിന്നെ സോഫ്റ്റ്വെയറുകൾ വരെ എക്സൽ ബേസ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ വരെ നിർമ്മിക്കാറുണ്ട്. ഓരോ കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളൊക്കെ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് എക്സൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പിന്നെ സ്പ്രെഡ്ഷീറ്റ് ടൂൾസ് ഉണ്ട്. ഗൂഗിൾ ഷീറ്റ് ഉണ്ട്, ലൈബ്ര ഓഫീസിലെ കാൽക്ക് ഉണ്ട്, പിന്നെ സോഹോ ഷീറ്റ് ഉണ്ട്, ഓപ്പൺ ഓഫീസിലെ കാൽക്ക് ഉണ്ട്. ഇതൊക്കെ എന്താണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളാണ്. അപ്പൊ കാൽക്ക് രണ്ടെണ്ണം ഉണ്ട് അല്ലേ, അത് ഓർത്തൊക്കെ എളുപ്പമാണ്. ലൈബ്ര ഓഫീസിലും ഉണ്ട്, ഓപ്പൺ ഓഫീസിലും ഉണ്ട്. ലൈബ്ര ഓഫീസിന്റെ ഓപ്പൺ ഓഫീസിന്റെ പ്രത്യേകത എന്താണ്? അത് ഫ്രീ സോഫ്റ്റ്വെയറുകളാണ് അല്ലെ. നമ്മൾ മൈക്രോസോഫ്റ്റ് നമുക്കറിയാം പെയ്ഡ് വേർഷൻ ആണ്, ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടതാണ്. നമ്മൾ സാധാരണഗതിയിൽ പൈറേറ്റഡ് വേർഷനാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് അല്ലെ. പക്ഷെ അത് പെയ്ഡ് ആണ്. അത് ലൈസൻസ് ഒക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട സോഫ്റ്റ്വെയറുകളാണ്. ഏത്? ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ആ ഒരു പാക്കേജ്. ഓഫീസിന്റെ കീഴിൽ മൈക്രോസോഫ്റ്റ് എക്സൽ വരുന്നുണ്ട്, വേർഡ് വരുന്നുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്, പിന്നെ ആക്സസ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഓഫീസ് എന്ന് പറയുന്ന പാക്കേജ് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ ഈ ഓപ്പൺ ഓഫീസ്, ലൈബ്ര ഓഫീസ് ഒക്കെ ഫ്രീ സോഫ്റ്റ്വെയറുകളാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഫയൽ എക്സ്റ്റൻഷൻ, സ്പ്രെഡ്ഷീറ്റിൽ ഉപയോഗിക്കുന്ന ഫയൽ എക്സ്റ്റൻഷൻസ് ആണ് പറയുന്നത്.
ഡോട്ട് XLXസും ഡോട്ട് XLSും രണ്ടും മാറിപ്പോയത് ഒന്ന് XLS ഉണ്ട്, XLS ലാസ്റ്റ് ഒരു എക്സ് വരുന്നതും ഉണ്ട്. ഇത് രണ്ടും മൈക്രോസോഫ്റ്റ് എക്സലിന്റെ തന്നെയാണ്. അത് പിന്നെ 2007 വേർഷന്റെ പിന്നെ ശേഷമുള്ളതാണെങ്കിൽ അതിന് XLSX ആണ് എക്സ്റ്റൻഷൻ ആയിട്ട് വരിക. എന്നാൽ 2007 മുമ്പുള്ള 97 മുതൽ 2003 വരെയുള്ള ഇതാണെങ്കിൽ XLS ആണ് വരിക. 97 to 2003 എന്താണ് XLS ആണ്. ഇനി 2007 മുതൽ അതിന്റെ ശേഷമുള്ളതിന് ഏതാണ് XLSX ആണ് വരുന്നത്. ആ ഒരു കാര്യം ഓർത്തു വെക്കുക. XLSഉം XLSXും എക്സലിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ്. അതിലൊന്ന് 2007 ശേഷമുള്ളതാണ് എക്സ് കൂടി വരുന്നത്. വേർഷൻ 2007 മുതൽ ഇങ്ങോട്ടുള്ളതിനാണ് XLSX ഉപയോഗിക്കുക. 97 to 2003 മോഡൽ വരെ, അതായത് ഓരോ പിന്നെ അപ്ഡേഷൻ ആണല്ലോ, ഇങ്ങനെ പുതിയ വേർഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ 2003 വരെയുള്ള വേർഷനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അത് സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഡോട്ട് XLS ഫയലായിട്ടാണ് സേവ് ചെയ്യുക. എന്നാൽ 2007 മുതലാണെങ്കിൽ അവിടെ XLSX ആണ് വരും. പിന്നെ XLSM ഉണ്ട്. എക്സൽ സ്പ്രെഡ്ഷീറ്റ്സ് ദാറ്റ് കണ്ടെയ്ൻ മാക്രോസ് which are essentially small programs or scripts that can automate tasks within Excel. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ സോഫ്റ്റ്വെയർ കാൽക്കുലേഷൻ സോഫ്റ്റ്വെയറുകളൊക്കെ എക്സൽ ഉപയോഗിച്ച് നിർമ്മിക്കാറുണ്ട്. അങ്ങനെ നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയറുകളിൽ മാക്രോ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഒരുപക്ഷെ നിങ്ങൾ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇൻകം ടാക്സ് ഒക്കെ അടക്കുന്ന ആളുകളാണെങ്കിൽ ഇൻകം ടാക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. നെറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ഇതൊക്കെ എക്സലിൽ നിർമ്മിച്ചിട്ടുള്ളതായിരിക്കും. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ മാക്രോ എനേബിൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു മെസ്സേജ് വരും. ഈ മാക്രോ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലേ അത് പിന്നെ അതിൽ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അത്തരം ഈ മാക്രോ എനേബിൾ ചെയ്യേണ്ട ഘട്ടത്തിലൊക്കെ അത്തരം സോഫ്റ്റ്വെയറുകളൊക്കെ എക്സൽ നിർമ്മിക്കുകയാണെങ്കിൽ അതിന്റെ എക്സ്റ്റൻഷൻ വരുന്നത് XLSM ആണ്. XLSM. അപ്പൊ ഓർത്തുവെച്ചാൽ XLSന്റെ കൂടെ മാക്രോ എന്നുള്ള അതിന്റെ ഷോർട്ട് ആയിട്ടുള്ള M കൂടി വരും. അപ്പൊ മാക്രോ ഉള്ള പിന്നെ എക്സൽ ഫയലുകൾ ഏത് ഫോർമാറ്റിലാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഏത് എക്സ്റ്റൻഷൻ ആണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ XLSM ആണ്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഡോട്ട് ODS ഓപ്പൺ ഓഫീസിന്റെ കാൽക്ക് സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഡോട്ട് ODS ആയിട്ടാണ് വരിക. പിന്നെ ഡോട്ട് CSV എന്ന് പറയുന്ന ഒരു ഫയൽ എക്സ്റ്റൻഷൻ ഉണ്ട്. ഡോട്ട് CSV കോമ സെപ്പറേറ്റഡ് വാല്യൂസ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. CSVയുടെ പൂർണ്ണരൂപം കോമ സെപ്പറേറ്റഡ് വാല്യൂസ് ആണ്. which are a simple text based format for storing data in tabular format. അതായത് ടേബുലാർ ഫോർമാറ്റിൽ തന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യാം. പക്ഷെ ഈ പിന്നെ എന്താ പറയുക, കോളങ്ങളും മറ്റൊന്നും ഇല്ലാതെ, കൂടുതൽ ഫങ്ഷൻസ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ആ ഒരു കോമ ഇട്ടുകൊണ്ട് ഡാറ്റ പിന്നെ സ്റ്റോർ ചെയ്യുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് ഡോട്ട് CSV എന്ന് പറയുന്നത്. പിന്നെ XLSB എന്ന് പറയുന്ന ഫോർമാറ്റിന്റെ ഡോട്ട് XLSB. എക്സൽ ബൈനറി വർക്ക് ബുക്ക് ഫോർമാറ്റ് എന്ന് പറയുക ഫാസ്റ്റ് ലോഡ് ആൻഡ് സേവ് ഫയൽ ഫോർമാറ്റ് ഫോർ ലാർജ് സ്പ്രെഡ്ഷീറ്റ്സ്. അത് ഒരു വലിയ ഡാറ്റകളൊക്കെ നമ്മൾ എക്സലിൽ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് കുറെ ലോഡിംഗ് ടൈം ഒക്കെ എടുക്കും. ഈ ലോഡിംഗ് ടൈം ഒക്കെ കുറക്കുന്നതിന് വേണ്ടി സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫയൽ ഫോർമാറ്റ് ആണ് XLSB അഥവാ എക്സൽ ബൈനറി വർക്ക് ബുക്ക് ഫോർമാറ്റ് എന്ന് പൂർണ്ണരൂപം. ഓക്കെ. പിന്നെ XLTX ഉണ്ട്, അതായത് എക്സൽ ടെംപ്ലേറ്റ്സ് ആണ് ഡോട്ട് XLTX എന്ന് പറഞ്ഞാൽ. പിന്നെ ഡോട്ട് XLTM നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എക്സൽ മാക്രോ എനാബിൾഡ് ടെംപ്ലേറ്റ്സ്. XLTM അല്ല, നമ്മൾ XLSM ആണ് നേരത്തെ പറഞ്ഞത്. അതായത് പിന്നെ മാക്രോ എനാബിൾഡ് എക്സൽ ഫയലുകൾ സ്റ്റോർ ചെയ്യുന്നത് ഡോട്ട് XLSM ആണ്. ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് XLTM. അതായത് ഈ മാക്രോ എനാബിൾഡ് എക്സലിലുള്ള ടെംപ്ലേറ്റ്സുകളായിട്ട് ബന്ധപ്പെട്ടതാണ് ഡോട്ട് XLTM എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഓപ്പൺ ഓഫീസ് കാൽക്കിൽ ഉപയോഗിക്കുന്ന ചില ഫോർമുലാസ് ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ആവറേജ് ഒന്ന് നേരത്തെ കണ്ടുല്ലേ, ആവറേജ് കാണാൻ വേണ്ടി ആവറേജ് കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഉണ്ടാകും. അതിൽ ഏത് ഡാറ്റയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അതിന്റെ കോമട്ട് കൊടുക്കും. താഴെ കൊടുത്തതുപോലെ പ്രൊഡക്റ്റ് കൊടുത്തത് കണ്ടില്ല, അതേപോലെ ആവറേജിനും ബ്രാക്കറ്റിൽ ഏതിന്റെ ആവറേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിങ്ങനെ ഇതിൽ മെൻഷൻ ചെയ്യും ഈ ബ്രാക്കറ്റിനുള്ളിൽ. അതേപോലെ സം ആണെങ്കിൽ സമ്മ് ഈ ബ്രാക്കറ്റിൽ എന്തിന്റെ സമ്മാണ്, ഏതൊക്കെ കോളത്തിന്റെ സമ്മാണ്, എന്താണോ നമ്മൾ കാണേണ്ടത് അതിന്റെ ഡീറ്റെയിൽസ് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുക്കുന്ന രീതിയിലാണ് അത് നമ്മൾ ഉപയോഗിക്കുക. അതേപോലെ പ്രൊഡക്റ്റ് കാണാൻ പ്രൊഡക്റ്റ് ബ്രാക്കറ്റിൽ ഏതിനൊക്കെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്പർ 1 നമ്പർ 2 അങ്ങനെ ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് എങ്കിൽ ആ രീതിയിൽ അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ നമ്പർ, നമ്മൾക്ക് കുറച്ച് നമ്പർ കൊടുത്തിട്ട് അതിൽ ചെറിയ നമ്പർ കണ്ടുപിടിക്കാനാണെങ്കിൽ അതിൽ നമുക്ക് മിൻ എന്നാണ്, മിനിമം എന്നുള്ളതിന്റെ മിൻ എന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. മിൻ എന്ന് പറഞ്ഞൊരു ബ്രാക്കറ്റിൽ പിന്നെ അതിൻ്റെയൊക്കെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കും.
നമ്പർ 1 നമ്പർ 2 അങ്ങനെ ഉണ്ടല്ലോ, നമ്പർ 1 നമ്പർ 2 ആ രീതിയിൽ ബ്രാക്കറ്റിൽ കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ മാക്സിമം വലുത് കണ്ടുപിടിക്കാനും ഇതേപോലെ മിന്നുള്ളത് മാക്സ് ആവുന്നുള്ള മാറ്റവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൗണ്ട് കണ്ടുപിടിക്കാൻ ആ രീതിയിലാണ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഇത് കൊടുക്കുക. എന്താണ് ചെയ്യുന്നത്? കൗണ്ട്സ് ദ നമ്പർ ഓഫ് സെൽസ് ദാറ്റ് കണ്ടെയ്ൻസ് വാല്യൂസ്. വാല്യൂസ് ഉള്ള നമ്പർ, അതായത് ബ്ലാങ്ക് അല്ലാത്ത വാല്യൂസ് ഉള്ള എത്ര സെല്ല് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് കൗണ്ട് യൂസ് ചെയ്യുക. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് PSC കൊടുത്തതെന്ന് അറിയില്ല കേട്ടോ. പിന്നെ കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടിയുണ്ട്. കൗണ്ട് ഇഫ് എന്തിനാണ് യൂസ് ചെയ്യുക? ഒരു കൗണ്ട്സ് ദ നമ്പർ ഓഫ് സെൽസ് വിത്തിൻ റേഞ്ച് ദാറ്റ് മീറ്റ് എ സ്പെസിഫിക് ക്രൈറ്റീരിയ. എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ട് കൗണ്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ് ഫോർമുലയാണ് കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ റേഞ്ച് കൊടുക്കണം, ക്രൈറ്റീരിയ കൊടുക്കണം, സെർച്ച് ടൈപ്പ് ഒക്കെ കൊടുക്കണം. ആ രീതിയിലാണ് അറേഞ്ച് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അത്ര ആഴത്തിലൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. PSC ആ രീതിയിലൊക്കെ ആഴത്തിൽ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടിട്ടുള്ളത്. അത്രയും നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു IT എന്ന് പറയുന്നത് കേട്ടോ, IT ഭാഗത്ത് വന്നിട്ടുള്ളത്. ഇനി ഓപ്പൺ ഓഫീസ് റൈറ്ററിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതിന്റെ മെനുവിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ മെനുവിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ ഏതൊക്കെ മെനു ആണ് വരുന്നത്? മെയിൻ മെനുവിൽ ഫയൽ ഉണ്ട്, എഡിറ്റ് ഉണ്ട്, വ്യൂ ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, ഫോർമാറ്റ് ഉണ്ട്, ടേബിൾ ഉണ്ട്, ടൂൾസ് ഉണ്ട്, വിൻഡോ ആൻഡ് ഹെൽപ്പ് ഉണ്ട്. നമ്മൾ സാധാരണ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെയുള്ള കുറച്ച് മെനൂസ് ഒക്കെ തന്നെയാണ് ഉള്ളത്. അത് ഫയലിൽ ഓരോന്നിനും സബ് മെനൂസ് വേറെ ഉണ്ടാവും അല്ലെ. ഫയലിന്റെ സബ് മെനു ഓപ്പൺ, സേവ്, എക്സ്പോർട്ട്, പ്രിന്റ് ഇതൊക്കെയാണ് വരുന്നത്. അതേപോലെ എഡിറ്റിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ അണ്ടോ, റിഡോ, കട്ട്, കോപ്പി, പേസ്റ്റ്, ഫൈൻഡ്, റീപ്ലേസ് ഒക്കെയാണ് എഡിറ്റ് എന്ന് പറയുന്ന മെനുവിന്റെ കീഴിൽ വരുന്ന സബ് മെനൂസ്. വ്യൂ എന്ന് പറയുന്ന ഒരു മെനു ഉണ്ട്, അതിന് സബ് മെനു ആയിട്ട് വരുന്നത് സൂം ഉണ്ട്, പ്രിന്റ് ലേഔട്ട് ഉണ്ട്, വെബ് ലേഔട്ട് ഉണ്ട്, ഫുൾ സ്ക്രീൻ വ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ ഇൻസേർട്ട്, ഇവിടെ ഏതായിരുന്നു നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ, ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ, ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ, ഹെഡേഴ്സ് ടൂള് ഒക്കെ ഇൻസേർട്ട് ചെയ്യാൻ, അതേപോലെ ഫൂട്ടേഴ്സ് ആണ് കേട്ടോ. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഇതൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസേർട്ട് മെനു ആണ്. പിന്നെ ഫോർമാറ്റ് എന്ന് പറയുന്ന മെനു ഉണ്ട്, സ്റ്റൈല്, പാരഗ്രാഫ്, ബുള്ളറ്റ്, നമ്പറിംഗ് ഒക്കെ. പിന്നെ ഫോർമാറ്റ് എന്ന് പറയുന്ന മെനുവിലാണ്. നമ്പറിംഗ് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകില്ലേ. നമ്പറിംഗ് ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ നമ്പറിംഗ് വരുന്നത് ഫോർമാറ്റിന്റെ കീഴിലാണ്, അല്ല ഇൻസേർട്ടിലല്ല. അപ്പൊ ഇൻസേർട്ട് നമ്പർ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. നമ്പറിംഗ് വരുന്നത്, ബുള്ളറ്റ് വരുന്നതൊക്കെ ഫോർമാറ്റിന്റെ കീഴിലാണ്. പിന്നെ ടേബിൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ, ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ, അതേപോലെ സെല്ല് മെർജ് ചെയ്യാൻ, ഫോർമാറ്റ് ചെയ്യാനൊക്കെയാണ് ടേബിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ടൂൾസ് എന്ന് പറയുന്ന മെനു ഉണ്ട്. ഈ ടൂൾസിലുള്ളത് സ്പെൽ ചെക്ക്, ഗ്രാമർ ചെക്ക്, കസ്റ്റമൈസിങ് ദ ആപ്ലിക്കേഷൻ ആൻഡ് ആക്സസിങ് ഓപ്ഷൻസ് ഒക്കെയാണ് ടൂൾസിൽ വരുന്നത്. വിൻഡോയിൽ വരുന്നത് ഡിസ്പ്ലേയിങ് മൾട്ടിപ്പിൾ വിൻഡോസ് ഫോർ മീനിങ് വിൻഡോസ് അറേഞ്ച്മെന്റ്സ്. വിൻഡോ എന്ന് പറയുന്നത് അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതൊന്നും ചോദ്യം വരാറില്ല. പിന്നെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ആക്സസ് ടു ദ ഓപ്പൺ ഓഫീസ് ഹെൽപ്പ് ഫയൽ, ടിപ്സ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ സോഫ്റ്റ്വെയർ വേർഷൻസ്. സോഫ്റ്റ്വെയറിന്റെ വേർഷൻ കാണാൻ എവിടെയാണ്? ഹെൽപ്പ് എന്ന് പറയുന്ന മെനുവിന്റെ കീഴിലുള്ള വിൻഡോ ആൻഡ് ഹെൽപ്പ് എന്ന് പറയുന്ന അതിലുള്ള ഹെൽപ്പ് എന്ന് പറയുന്ന സബ് മെനുവിലാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന ആക്സസ് ടു ദ ഓപ്പൺ ഓഫീസ് ഹെൽപ്പ് ഫയൽ. അതായത് എന്തെങ്കിലും നമുക്ക് സഹായം ആവശ്യം വേണം, അതേപോലെ ഇത് ഏത് വേർഷൻ ആണെന്ന് നോക്കാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന സബ് മെനു ആണ് ഹെൽപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഓപ്പൺ ഓഫീസിന്റെ ആ ഒരു പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇന്റർഫേസ് ആണിത്. ഇവിടെ ടെക്സ്റ്റ് ഡോക്യുമെന്റ്, സ്പ്രെഡ്ഷീറ്റ്, പ്രസന്റേഷൻ, ഡ്രോയിങ്, ഡാറ്റാബേസ്, ഫോർമുല, ടെംപ്ലേറ്റ്സ്, അങ്ങനെ ഒരുപാട് പിന്നെ ഓപ്ഷനുകൾ ഉണ്ട് അല്ലെ. ജസ്റ്റ് അതിന്റെ ആ പേജ് ഞാൻ കാണിച്ചു എന്നുള്ളൂ. നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞു. ഓക്കെ, അതിൽ ഫയൽ എന്ന് പറയുന്ന മെനു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന സബ് മെനുവിന്റെ ഒരു പിക്ചർ ആണത്. പിന്നെ ഇതിന്റെ ഓപ്പൺ ഓഫീസ് റൈറ്ററിന്റെ മെനു ആണ് ആദ്യം കാണിച്ചത്. ഇത് ഓപ്പൺ ഓഫീസ് റൈറ്ററിന്റെ മെനു ഈ രീതിയിലാണ് വരുന്നത്. ജസ്റ്റ് ആ പിക്ചർ ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി കാണിച്ചു തന്നുള്ളൂ. ഈ രീതിയിലാണ് വരിക. പിന്നെ അതിന്റെ സബ് മെനു ആയിട്ട് വരുന്നത് ഇതാണ്. സബ് മെനു ഓരോന്നിനും സബ് മെനു ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ആ ഫയലിന്റെ സബ് മെനു മാത്രമാണ് ഓപ്പൺ ചെയ്തത്. ഓക്കെ, ഇനി വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറുകൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ സ്പ്രെഡ്ഷീറ്റ് പറഞ്ഞു, പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകൾ പറഞ്ഞു അല്ലേ. അതേപോലെ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രോസസ്സർ
സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ അല്ലെ. ടെക്സ്റ്റ് അധിഷ്ഠിത ഡോക്യുമെന്റ് സൃഷ്ടിക്കുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും ഫോർമാറ്റ് ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രോസസർ സോഫ്റ്റ്വെയർ. നമുക്കറിയാം മൈക്രോസോഫ്റ്റ് വേർഡ്, അതേപോലെ ഗൂഗിൾ ഡോക്സ് ഉണ്ട്, ലൈബ്ര ഓഫീസ് റൈറ്റർ ഉണ്ട്, വേർഡ് പാഡ് ഉണ്ട്, ഓപ്പൺ ഓഫീസ് റൈറ്റർ ഉണ്ട്. ഇതൊക്കെ വേർഡ് പ്രോസസറിന്റെ എക്സാമ്പിളുകളാണ്. മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പെയ്ഡ് വേർഷൻ ആണ് ശരിക്ക്. അപ്പോൾ ഫ്രീ വേർഷനുകളാണ് ഈ പറയുന്ന ലൈബ്ര ഓഫീസ് റൈറ്റർ ആണെങ്കിലും ഓപ്പൺ ഓഫീസ് റൈറ്റർ ആണെങ്കിലും പിന്നെ വേർഡ് പാഡ് ആണെങ്കിലും ഒക്കെ അല്ലെ. പിന്നെ നോട്ട് പാഡ് എന്ന് പറയുന്ന വിൻഡോസിൽ വരുന്ന ഒരു ഇതുണ്ടല്ലോ, അത് അത്ര ഒരു നമുക്കൊരു വേർഡ് പ്രോസസർ സോഫ്റ്റ്വെയർ എന്ന് പറയാൻ പറ്റൂല. കാരണം അതിൽ ഫംഗ്ഷൻസ് ഒക്കെ കുറവാണ്. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാൻ മാത്രം പറ്റുന്ന ഒരു പിന്നെ സോഫ്റ്റ്വെയർ ആണ് നോട്ട് പാഡ്. അത് അത്ര ഒരു നമ്മളൊരു വേർഡ് പ്രോസസർ ആയിട്ട് അതിനെ പരിചയപ്പെടുത്താറില്ല. പിന്നെ നമ്മൾ പഠിക്കേണ്ട, അപ്പോൾ പുതിയ ട്രെൻഡ് അനുസരിച്ച് പഠിക്കേണ്ട സംഭവമാണ് AI ടൂൾസ് അല്ലെ. നമുക്കറിയാം AI ചാറ്റ് ബോട്ടുകൾ ഒരുപാട് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് താഴെ പറയുന്ന AI ചാറ്റ് ബോട്ട് അല്ലാത്തത് ഏത് എന്നുള്ള PSC ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്ത പരീക്ഷകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്ക് സ്ഥിരമായിട്ട് എല്ലാവരും കാണുന്ന ഒരു ചാറ്റ് ബോട്ട് ആണ് അല്ലെ ചാറ്റ് GPT. ഓപ്പൺ AIന്റെ ഒരു പിന്നെ AI ടൂളാണ് ചാറ്റ് GPT. ഒരു പക്ഷേ ആദ്യമായിട്ട് പിന്നെ AI യൂസ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്ത് തുടങ്ങിയവരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു ചാറ്റ് GPT ആയിരിക്കും. പിന്നെ ഒരുപാട് ചാറ്റ് GPT AI ടൂളുകൾ ഉണ്ട്. ഇപ്പോൾ ഗ്രാമർലി എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. കമ്പനിയുടെ പേര് ഗ്രാമർലി തന്നെയാണ്. അതേപോലെ ജാസ്പർ AI ഉണ്ട്. ആമസോൺ എന്ന് പറയുന്ന AI ടൂൾ ഉണ്ട്. ഇപ്പൊ ആമസോൺ പുതിയൊരു AI ടൂൾ തുടങ്ങിയിട്ടുണ്ട്, കിറോ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കറണ്ട് അഫയേഴ്സിനോ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതായത് ആമസോണിന്റെ പുതിയ AI ടൂളാണ് കിറോ. എയിംസ് ടു റെവല്യൂഷനൈസ് കോഡിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ആമസോൺ എന്ന് പറയുന്ന ഒരു AI ടൂൾ നേരത്തെ ഉണ്ടായിരുന്നു. പുതിയൊരു കിറോ എന്ന് പറയുന്ന പുതിയൊരു ടേം. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മൾ ആമസോൺ AI ടൂളിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ ചിലപ്പോൾ പിന്നെ ആമസോണിന്റെ AI ടൂൾ എന്ന് വെച്ചാൽ കിറോ ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെട്ടിക്കളയാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആമസോണും ഉണ്ട്. ആമസോൺ ആയിരുന്നു നേരത്തെയുള്ള AI ടൂൾ. ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു കിറോ എന്ന് പറയുന്ന ഒരു AI ടൂൾ. പിന്നെ എലിസ AI ഉണ്ട്. അതേപോലെ ഗൂഗിൾ AI ഉണ്ട്, ജെമിനി ഉണ്ട് അല്ലെ. നമുക്കറിയാം ജെമിനിയാണ് ഇപ്പൊ നമ്മൾ എപ്പോഴും പരസ്യങ്ങളൊക്കെ കാണുന്ന ഒരു സംഭവമാണ് പിന്നെ ജെമിനി അല്ലെ. ജെമിനി ഉണ്ട്, ഗൂഗിൾ AI ഉണ്ട്. പിന്നെ IBM എന്ന് പറയുന്ന ഒരു AI ടൂൾ ഉണ്ട്. അതേപോലെ മൈക്രോസോഫ്റ്റിന്റെ കോപ്പിലോട്ട് എന്ന് പറയുന്ന ഒരു പിന്നെ AI ടൂൾ ഉണ്ട്. അതേപോലെ ഡിസൈനർ AI ഉണ്ട്. പിന്നെ ക്ലൗഡ് എന്ന് പറയുന്ന AI ഉണ്ട്. ഇതൊക്കെ AI ടൂളുകളാണ്. ഒന്ന് ഓർത്തുക. പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരും. 1-2 പ്രാവശ്യം ഒന്ന് പേരുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ആ ഭാഗത്ത് വന്നിട്ടുള്ള IT-യുടെ ഭാഗത്ത് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമായിരുന്നു ക്രാക്കിംഗ്, ഫിഷിംഗ്, സൈബർ സ്ക്വാട്ടിംഗ്, സൈബർ ടെററിസം. ഈ ഭാഗത്ത് വന്നതിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം എന്ന് പറയാം ഇത്. എന്നാലും നമുക്കറിയാം ഈ പിന്നെ സ്കോട്ടിംഗ് ഒന്നും അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. പിന്നെ അധികം കേൾക്കായിരിക്കും. ക്രാക്കിംഗ് ഒക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഫിഷിങ്ങും ഒരുവിധം വിഭാഗം പഠിച്ച ആളുകളൊക്കെ കേട്ടിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. സൈബർ ടെററിസം ആണെങ്കിലും എല്ലാവരും കേൾക്കുന്നതായിരുന്നു. സ്കോട്ടിംഗ് ഒക്കെയാണ് കൂടുതലായിട്ടും പുതിയത് വരുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതായിരുന്നു? നിങ്ങൾ പിന്നെ ഇത് നേരത്തെ വർക്കൗട്ട് ചെയ്യാത്തവർ ഇതിന്റെ ആൻസർ ജസ്റ്റ് ഒന്ന് കണ്ടെത്തി നോക്കുക. കണ്ടെത്തുന്നത് ശരിയാണോ എന്ന് അറിയാമല്ലോ. അതിൽ ഏതൊക്കെയാണ്? എന്താണ് ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് അല്ലെ. ദുരുദ്ദേശത്തോടു കൂടി കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്നതിനാണ് ക്രാക്കിംഗ് എന്ന് പറയുക അല്ലെ. അപ്പൊ 1 ഓപ്ഷൻ ഡിയിലേക്കാണ് വരുന്നത്. 2 ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്നതിനാണ് എന്ത് പറയാ, ഫിഷിംഗ് എന്ന് പറയാ അല്ലെ. 2 സി ആണ്. സൈബർ സ്കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജ വെബ്സൈറ്റുകളുടെ വിലാസങ്ങൾ തയ്യാറാക്കുക. അതായത് നമ്മളിപ്പോ ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളുടെ പേരിൽ മറ്റൊരു കമ്പനിയുടെ, അപ്പൊ ഞാൻ ഗൂഗിളിന്റെ സമാന പേരുള്ള ഒരു GOOGLE എന്നുള്ളതിന് പകരം ഒരു പേരൊക്കെ ആക്കിയിട്ട് GOGLE എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആ രീതിയിൽ ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരു വെബ്സൈറ്റ് ആണ് തോന്നിക്കുന്ന രീതിയിൽ
അങ്ങനെ ഒരുപാട് നമുക്ക് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സമാനമായിട്ടുള്ള വെബ്സൈറ്റിന്റെ ചിത്രങ്ങളും പ്രൊഫൈൽ പിന്നെ എന്താ പറയാ പിന്നെ തീമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്നാൽ ചെറിയൊരു അക്ഷരത്തിലൊക്കെ വ്യത്യാസം വരുത്തിക്കൊണ്ട് വെബ്സൈറ്റുകൾ ഉണ്ടാക്കാറുണ്ട്. ആ ഒരു പരിപാടിക്കാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയാ. പിന്നെ സൈബർ ടെററിസം എന്ന് പറയുന്നത് നമുക്കറിയാം, ദേശസുരക്ഷക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് സൈബർ ടെററിസം എന്ന് പറയാം അല്ലെ. അപ്പൊ 4 വരുന്നത് ബി ആണ് അല്ലെ. അപ്പൊ ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അല്ലെ. ബി ആണ് ശരി ഉത്തരം. 1 ഡി ആണ്, 2 സി ആണ്, 3 എ ആണ്, 4 ഡി ആണ് അല്ലെ. സോറി 4 ബി. ഓക്കെ. അപ്പൊ എന്താണ് സൈബർ ക്രാക്കിംഗ്? ക്രാക്കിംഗ് നമ്മൾ നോക്കാം. കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്കോ പ്രോഗ്രാമുകളിലേക്കോ അനധികൃത ആക്സസ് നേടുന്ന പ്രവൃത്തിയാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുള്ളൂ. കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ പ്രോഗ്രാമുകളിലേക്കോ അനധികൃത ആക്സസ് നേടുന്ന പ്രവൃത്തിയെയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ദുരുദ്ദേശത്തോടെ സിസ്റ്റങ്ങളിലേക്ക് അതിക്രമിച്ച് കടക്കുക, ഡാറ്റ മോഷ്ടിക്കുക, വിവരങ്ങൾ കൈകാര്യം ചെയ്യുക, മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ കേടുപാടുകൾ വരുത്തുക എന്നിവ ഇതിൽ ഉൾപ്പെടാം. ഈ പറയുന്ന സൈബർ ക്രാക്കിങ്ങിന്റെ ഭാഗമായിട്ട് വരാം. സിസ്റ്റത്തിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് അവിടുന്ന് ഡാറ്റ മോഷ്ടിക്കുക, വിവരങ്ങൾ പിന്നെ ആ സിസ്റ്റത്തിലുള്ള ഇൻഫർമേഷൻസ് പിന്നെ ഉപയോഗിക്കുക, അതേപോലെ അതിൽ മാൽവെയർ ആ സിസ്റ്റത്തിൽ ഏതെങ്കിലും പിന്നെ മാൽവെയറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തുന്ന വെബ്സൈറ്റുകൾ, ഹാക്കിംഗ് രീതികളെയൊക്കെയാണ് നമ്മൾ ഈ ക്രാക്കിംഗ് എന്ന് പറയുക, സൈബർ ക്രാക്കിംഗ് എന്ന് പറയും. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചൂണ്ടയിടൽ തന്നെയാണ് അല്ലെ. മീൻ പിടിക്കാൻ ചൂണ്ടയിടും പോലെ ഒരു ചൂണ്ടയിടലാണ്. വഞ്ചനാപരമായ ഇമെയിലുകൾ, വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് സന്ദേശങ്ങൾ എന്നിവ ഉപയോഗിച്ച് വ്യക്തികളെ കബളിപ്പിച്ച് പാസ്വേഡുകൾ, ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ, മറ്റ് സർവീസ് ഡാറ്റ എന്നിവ, സെൻസിറ്റീവ് ഡാറ്റ എന്നിവ പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുന്ന തരം സൈബർ ആക്രമണത്തെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ജോലി പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്, നിങ്ങൾ അത് ക്ലെയിം ചെയ്യണമെങ്കിൽ ഈ ഒരു ഫോം ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ ഒരു ലിങ്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ കയറും. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പിന്നെ സെക്യൂർ അല്ലാത്ത വെബ്സൈറ്റുകൾ തന്നുകൊണ്ട് നമ്മളോട് അതിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ എൻ്റർ ചെയ്യിക്കുക, ആ രീതിയിലൊക്കെ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ലിങ്ക് തന്നുകൊണ്ട് നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ്, അതേപോലെ OTP അടക്കമുള്ള കാര്യങ്ങൾ അവർ പിന്നെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ശേഖരിക്കുന്ന ഒരു മെത്തേഡിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇനി സ്ക്വാട്ടിംഗ് നമ്മളിപ്പോൾ പറഞ്ഞു. ലാഭം നേടുക എന്ന ഉദ്ദേശത്തോടെ വ്യാപാര മുദ്രയോ ബ്രാൻഡ് നാമമോ പോലെയുള്ള ഒരു ഡൊമൈൻ നാമം രജിസ്റ്റർ ചെയ്യുന്ന പ്രവൃത്തിയാണ് സ്ക്വാട്ടിംഗ്. പലപ്പോഴും അത് വ്യാപാര മുദ്ര ഉടമയ്ക്ക് തിരികെ വിൽക്കുകയോ ഒരു ഫിഷിംഗ് സൈറ്റിലേക്കോ ഒരു തട്ടിപ്പിലേക്കോ വഴി തിരിച്ചുവിടാൻ ഉപയോഗിക്കുകയോ ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിന്റെ സമാനമായിട്ടുള്ള അതിന്റെ ഇന്റർഫേസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ അതേ തീമുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു അക്ഷരത്തിലൊക്കെ പേര് മാറ്റിയിട്ട് വെബ്സൈറ്റുകൾ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ജോലി കിട്ടണമെങ്കിൽ പിന്നെ ജോലിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എടുത്ത തുക അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ വരുമ്പോൾ നമ്മൾ ആ ലിങ്കിൽ കയറി നോക്കുമ്പോൾ ശരിയാണ്, ഗൂഗിളിന്റെ വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്നത് വിശ്വസിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒക്കെ അടക്കും, പൈസ പോയ വഴി കാണൂല അല്ലെ. ആ രീതിയിലുള്ള തട്ടിപ്പുകളെയാണ് സ്ക്വാട്ടിംഗ് എന്ന് പറയുക. വ്യാജ ഇമെയിൽ പിന്നെ വെബ്സൈറ്റുകൾ ഉണ്ടാക്കുക, മറ്റൊന്നിനോട് സമാനമായി തോന്നിക്കുന്ന രീതിയിൽ വെബ്സൈറ്റുകളോ ലിങ്കുകളോ ഒക്കെ ഉണ്ടാക്കിയിട്ട് തട്ടിപ്പ് നടത്തുന്ന ഒരു രീതിയാണ് സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ സൈബർ ടെററിസം നമ്മൾ പറഞ്ഞു, രാഷ്ട്രീയമായോ ശാസ്ത്രപരമായോ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ഇന്റർനെറ്റ് ഉപയോഗിച്ച് ദോഷം വരുത്തുക, സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ ഭയം ജനിപ്പിക്കുക എന്നിവയാണ് സൈബർ ഭീകരത അല്ലെങ്കിൽ സൈബർ ടെററിസം എന്ന് പറയുന്നത്. നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെയോ സർക്കാർ സംവിധാനങ്ങളെയോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന ഒരു തരം ഭീകരവാദമാണിത്. ആക്രമണങ്ങൾ നടത്താൻ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ, നെറ്റ്വർക്കുകൾ, ഡാറ്റ എന്നിവ ഉപയോഗിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. അതായത് സൈബർ ടെററിസത്തിന്റെ പരിധിയിൽ ഇതൊക്കെ വരും. അതായത് രാജ്യസുരക്ഷ, മറ്റുള്ളവർക്ക് പിന്നെ സുരക്ഷാ വിവരങ്ങൾ മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കുന്നതടക്കം ഒരു പിന്നെ ടെറർ പ്രവൃത്തി എന്താണെന്നുള്ളത് നമുക്കറിയാം, ഒരു ഭീകരവാദം എന്താണെന്നുള്ളത് നമുക്കറിയാം, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സംഭവം കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണല്ലോ. ഒരു ഭീകരവാദത്തിന്റെ രീതിയിലുള്ള എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ ഇതിന്റെ പരിധിയിൽ വരും. എന്തെങ്കിലും ഒരു ആക്രമണം നടത്താൻ, ഒരു ബോംബ് സ്ഫോടനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്രമണം നടത്താൻ വേണ്ടി സാങ്കേതിക വിദ്യ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സൈബർ ടെററിസത്തിന്റെ പരിധിയിൽ വരും. അല്ലെങ്കിൽ ഒരാളെ ഭയപ്പെടുത്തുക, വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക, അതൊക്കെ ഈ സൈബർ ടെററിസത്തിന്റെ പരിധിയിൽ വരും. ഇനി ആ ഭാഗത്ത് നിന്നുള്ള മറ്റൊരു ചോദ്യമായിരുന്നു, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതും ഏറെക്കുറെ ഒരു സിമ്പിൾ ചോദ്യം തന്നെയായിരുന്നു അല്ലെ. പ്ലോട്ടർ ഇൻപുട്ട് ഡിവൈസ് പറയുന്നുണ്ട്, റാം വോളറ്റൈൽ മെമ്മറി പറയുന്നുണ്ട്, ഓപ്പൺ ഓഫീസ് ബേസ് പറയുന്നുണ്ട്, ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നുണ്ട്, MICR ഇൻപുട്ട് ഡിവൈസ് പറയുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പറയുന്നുണ്ട്. ഇത് 4ഓളം ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യമാണ് ശരിക്കും.
അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് വരുന്നുണ്ട്, പിന്നെ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇതിൽ വരുന്നുണ്ട്, പിന്നെ വോളറ്റൈൽ ആൻഡ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന ടോപ്പിക് വരുന്നുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. അപ്പോൾ IT-യുടെ ഭാഗത്ത് 4 ടോപ്പിക്കുകളിൽ നിന്ന് ഒരു ചോദ്യം, ഒരു മാർക്കിനുള്ള ചോദ്യം ഉണ്ടാക്കിയതാണിത്. ഇത്രയും കടന്ന രീതിയിലാണ് PSC ഇപ്പൊ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഈ 4 ടോപ്പിക്ക് പഠിച്ചവനെ ഈ ഒരു ആൻസർ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഒന്ന് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. പ്ലോട്ടർ എന്താണല്ല, ഇൻപുട്ട് ഡിവൈസ് അല്ല. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ പ്രിന്ററിന് സമാനമായ ഒരു തരം പ്രിന്റർ തന്നെയാണ് പ്ലോട്ടർ. നമ്മൾ ഈ ഫ്ലക്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ സ്റ്റിക്കർ കട്ടിങ് അതിനൊക്കെ പ്രിന്റിങ് ഉപയോഗിക്കുന്ന ആ ഒരു മോഡൽ പ്രിന്ററിനെയാണ് നമ്മൾ പ്ലോട്ടർ എന്ന് പറയുന്നത്. അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, ഇൻപുട്ട് ഡിവൈസ് അല്ല. അത് തെറ്റാണ്. അപ്പൊ ഒന്ന് തെറ്റാണ്. ഇനി റാം എന്താണ്? റാം വോളറ്റൈൽ മെമ്മറിയാണ്. 2 കറക്റ്റ് ആണ് അല്ലെ, 2 ശരിയാണ്, 2 ശരിയാണ്. ഓപ്പൺ ഓഫീസ് ബേസ് അതും ശരിയാണ് അല്ലെ. ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ അത് ശരിയാണ്. MICR ഇൻപുട്ട് ഡിവൈസ് ആണ്, അതും ശരിയാണ്. എന്നാൽ 5 എന്താണ്? തെറ്റാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല, അത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതേപോലെ പ്ലോട്ടർ ഇൻപുട്ട് അല്ല, ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? 2, 3, 4 ആണ്. 2, 3, 4 വരുന്ന ഓപ്ഷൻ ഏതാണ്? 2, 3, 4 വരുന്ന ഓപ്ഷൻ ഏതാ? അതിൽ ഓപ്ഷൻ A ആണ് അല്ലെ, 2, 3, 4 വരുന്നത്. പ്ലോട്ടർ ഇൻപുട്ട് ഡിവൈസ് അല്ല, ഔട്ട്പുട്ട് ആണ്. അതേപോലെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്താണ്? ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല. 1, 4, 1, 5 തെറ്റാണ്. ഇതിൽ 5 തെറ്റാണെന്ന് അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിയും ഡിയും കട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ബിയും ഡിയും കട്ട് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും 5 ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് അപ്പൊ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു C ആണ് പിന്നെ അവിടെ ഉള്ളത് അല്ലെ. C എന്ന് പറഞ്ഞാൽ 1, 2, 3 ആണ്. അപ്പൊ 1 പ്ലോട്ടർ ഇൻപുട്ട് ഡിവൈസ് അല്ലാതെ അറിയുന്ന ആൾക്ക് ആ 2 കാര്യം പറഞ്ഞാൽ തന്നെ ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ അതും കട്ട് ചെയ്തു. പിന്നെ ഓപ്ഷൻ A മാത്രമായിരിക്കും ആൻസർ. ആ രീതിയിൽ ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഒരുപാട് ക്ലാസ് ഡിസ്കസ് ചെയ്താണ്. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. മൗസ്, കീബോർഡ്, ട്രാക്ക് ബോർഡ്, ടച്ച് സ്ക്രീൻ, മൈക്രോഫോൺ, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെന്ന്, സ്കാനർ, ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ ഒക്കെ എന്താണ്? ഇൻപുട്ട് ഡിവൈസുകളാണ് അല്ലെ. ഔട്ട്പുട്ട് ഡിവൈസ് ആണെങ്കിൽ മോണിറ്റർ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ടച്ച് സ്ക്രീൻ അല്ല പറഞ്ഞത്. ടച്ച് സ്ക്രീൻ ഇൻപുട്ട് ആണ്, മോണിറ്റർ ആണെങ്കിൽ ഔട്ട്പുട്ട് ആണ്, പ്രിന്റർ ഔട്ട്പുട്ട് ആണ്, പ്ലോട്ടർ ഔട്ട്പുട്ട് ആണ്, സ്പീക്കർ ഔട്ട്പുട്ട് ആണ്, പ്രൊജക്ടർ LCD പ്രൊജക്ടറുകൾ ഔട്ട്പുട്ട് ആണ്, ഹെഡ്ഫോൺസ് ഔട്ട്പുട്ട് ആണ്. അതിനൊക്കെ ഫംഗ്ഷൻ ആലോചിച്ചാൽ മതി. ഹെഡ്ഫോണിൽ നമ്മൾ ഇങ്ങോട്ട് കേൾക്കല്ലേ, ഡാറ്റ ഇങ്ങോട്ട് കേൾക്കല്ലേ, കമ്പ്യൂട്ടറിൽ ഇങ്ങോട്ട് ഡാറ്റ കിട്ടുന്നതാണല്ലോ ഔട്ട്പുട്ടുകൾ. അപ്പോൾ ഹെഡ്ഫോൺ ഔട്ട്പുട്ട് ആണ്, പ്ലോട്ടർ ഔട്ട്പുട്ട് ആണ്, മോണിറ്റർ ഔട്ട്പുട്ട് ആണ്, പ്രിന്റർ ഔട്ട്പുട്ട് ആണ്, സ്പീക്കർ ഔട്ട്പുട്ട് ആണ്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. 2ന്റെ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. USB ഡ്രൈവ്, ഒരു പെൻഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് അങ്ങോട്ട് ഡാറ്റ കോപ്പി ചെയ്യാം, കമ്പ്യൂട്ടറിൽ നിന്ന് ഇങ്ങോട്ട് ഡാറ്റ കോപ്പി ചെയ്യാം അല്ലെ. ഒരു USB ഡ്രൈവ് ഇൻപുട്ട് ഔട്ട്പുട്ട് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ മോഡം ഇൻപുട്ട് ഔട്ട്പുട്ട് സോഫ്റ്റ്വെയർ ആയിട്ട് പറയാറുണ്ട്. അതേപോലെ CD ആൻഡ് DVD. CD DVD വിത്ത് റൈറ്റർ ആണ് കേട്ടോ. CD പ്ലെയർ മാത്രമുള്ളത് ഉണ്ടാകും, അതല്ല CD DVD റൈറ്റർ ഫംഗ്ഷൻ കൂടി ഉള്ളതാണെങ്കിൽ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് പറയാം. 2 ഫംഗ്ഷൻ ഉള്ള ഡിവൈസ് ആണെന്ന് പറയാം. അതേപോലെ ഹെഡ്സെറ്റ് നമുക്കറിയാം, അതിൽ സ്പീക്കറും ഉണ്ട്, മൈക്രോഫോണും ഉണ്ട് അല്ലെ. അപ്പൊ അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ എങ്ങനെ വരുന്നത് അതിനനുസരിച്ച് സാഹചര്യം പോലെ നിങ്ങൾ ആൻസർ ചെയ്യണം. കാരണം ഹെഡ്സെറ്റിൽ നമ്മൾ ശരിക്കും ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് പിന്നെ സ്പീക്കർ കേൾക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതോടുകൂടി അതിൽ മൈക്രോഫോണും ഉണ്ട് അല്ലെ. പിന്നെ ഫാക്സ് മെഷീനിൽ ഉപയോഗിക്കുന്ന ഫാസ്കിമൈൽ എന്താണ്? അതും ഇൻപുട്ട് ഔട്ട്പുട്ട് രണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ്. അതേപോലെ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ എന്താണോ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയറുകളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ലിനക്സ്, ആപ്പിൾ, മാക്കോസ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ഇതൊക്കെ എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയറുകളാണ്. അതേപോലെ ആൻഡ്രോയിഡ് ഡിവൈസ് ഡ്രൈവേഴ്സ് ഒക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറുകളാണ്. പ്രിന്റർ ഡ്രൈവർ, ഗ്രാഫിക് കാർഡ്, സൗണ്ട് കാർഡ്, നെറ്റ്വർക്ക് കാർഡ്, ഇതൊക്കെ എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിൾ ആണ്. എന്നാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറുകൾ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ, പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകൾ, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറുകൾ, അതൊക്കെ എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. അതേപോലെ വെബ് ബ്രൗസേഴ്സിന്റെ എക്സാമ്പിൾ കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഈ സെർച്ച് എഞ്ചിനും വെബ് ബ്രൗസറും പല ആളുകൾക്കും കൺഫ്യൂഷൻ ആകുന്ന സാധനമാണ്. വെബ് ബ്രൗസറുകൾ ഏതൊക്കെയാണ്? ഗൂഗിൾ ക്രോം ഉണ്ട്, മോസില്ല ഫയർഫോക്സ് ഉണ്ട്, പെയിൽമൂൺ ഉണ്ട്, ഒപ്പേര ഉണ്ട്, എഡ്ജ് ഉണ്ട്. നേരത്തെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. ഇപ്പൊ അതിന് പകരമാണ് എഡ്ജ് ഉപയോഗിക്കുന്നത്. പഴയ സിസ്റ്റങ്ങളിലൊക്കെ ഇപ്പം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ടാവും, പഴയ വെർഷനുകളിലൊക്കെ XP ഒക്കെ പോലെയുള്ള പഴയ വെർഷനുകൾ. പുതിയ വെർഷനുകളിലൊക്കെ ഇപ്പോൾ എഡ്ജ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഗൂഗിള്, ക്രോം, മോസില്ല ഫയർഫോക്സ്, പെയിൽമൂൺ, ഒപ്പേര, എഡ്ജ് ഒക്കെ എന്താണ്? വെബ് ബ്രൗസറുകളാണ്. എന്നാൽ സെർച്ച് എഞ്ചിനുകളാണ് ഗൂഗിൾ ക്രോം വെബ് ബ്രൗസർ ആണ്.
എന്നാൽ ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ്, യാഹു സെർച്ച് എഞ്ചിനാണ്, ഡക് ഡക് ഗോ നല്ല ശ്രദ്ധിക്കണം കേട്ടോ, അത് സെർച്ച് എഞ്ചിനാണ്. ഇത് പലർക്കും അറിയാത്തൊരു സെർച്ച് എഞ്ചിനാണ്, PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഡക് ഡക് ഗോ. അതൊരു സെർച്ച് എഞ്ചിനാണ്. ഗുരുജി ഇന്ത്യയുടെ ഒരു സെർച്ച് എഞ്ചിനാണ്, ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സെർച്ച് എഞ്ചിനാണ് ഗുരുജി. പിന്നെ നമ്മൾ വോളറ്റൈൽ ആൻഡ് നോൺ വോളറ്റൈലിന്റെ കാര്യം പറഞ്ഞു. റാം, കാഷി മെമ്മറി ആർ വോളറ്റൈൽ. പിന്നെ പക്ഷെ പിന്നെ റോം എന്താണ്, നോൺ വോളറ്റൈൽ ആണ്. എന്താണ് വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ പറയേണ്ട as soon as the device turn off the memory is erased. ഈ വോളറ്റൈൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ നമ്മൾ സിസ്റ്റം ഓഫ് ചെയ്യുന്നതോടുകൂടി അത് നഷ്ടപ്പെടും. നമ്മൾ റാം ഒക്കെ ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉപയോഗത്തിന് പെട്ടെന്ന് പ്രൊസസ്സറിന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ റാമിലേക്ക് മാറ്റി സ്റ്റോർ ചെയ്യും. മാറ്റി സ്റ്റോർ ചെയ്യല്ല, അവിടുന്ന് ഒരു കോപ്പി എടുത്തിട്ട് റാമിൽ വെക്കും. എന്തിന്? പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി, പ്രൊസസ്സറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി. എന്നാൽ സിസ്റ്റം ഓഫ് ചെയ്യുന്നതോടുകൂടി അത് നഷ്ടപ്പെടും. പിന്നെ റാമിൽ പിന്നെ ഡാറ്റയുടെ ആവശ്യമില്ല. പിന്നെ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ വീണ്ടും ഈ റാമിലേക്ക് ഈ OSന്റെ ഫയൽസ് കോപ്പി ചെയ്ത് വെക്കും. ആ രീതിയിലുള്ള ഒരു മെമ്മറിയാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അതായത് സിസ്റ്റം ഓഫ് ചെയ്യുന്നതോടുകൂടി, സ്വിച്ച് ഓഫ് ചെയ്യുന്നതോടുകൂടി നഷ്ടപ്പെടും. ക്യാഷി മെമ്മറി ഒക്കെ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു സാധനം കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സിസ്റ്റം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ കഴിയില്ല അല്ലെ. അപ്പോൾ ക്യാഷി മെമ്മറി എന്താണ്? വോളറ്റൈൽ മെമ്മറിയാണ്. എന്നാൽ റോം ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. റാം വോളറ്റൈൽ ആണ്, റോം നോൺ വോളറ്റൈൽ ആണ്. അത് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഇനി അവിടെ ഒരു പിന്നെ IT യുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമായിരുന്നു ഇതിലെ. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്തെന്നുള്ളത് ഏതാണ്? ഐരാവതാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, ഐരാവതാണ്. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗിൽ സ്ഥാപിച്ചിട്ടുള്ള, ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഒരു AI സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഐരാവത്. ഇന്ത്യ അപ്പോൾ ആരാണിത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? സീഡാക് ആണ്. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന സീഡാക് ആണ് ഈ ഒരു പിന്നെ AI കമ്പ്യൂട്ടർ വികസിപ്പിച്ചെടുത്തുള്ളത്. ഐരാവത് എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ദേശീയ AI പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. AI ഗവേഷണത്തിനും അറിവ് വ്യാപനത്തിനും ഒരു പങ്കിട്ട കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഐരാവത് എന്നൊക്കെ പറയുന്നുണ്ട്. ലോകത്തിലെ 75ാം സ്ഥാനത്തുള്ള ടോപ്പ് 500 ഗ്ലോബൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് പട്ടികയിലും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ആ ഭാഗത്ത് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമായിരുന്നു, കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. കൈറ്റ് തയ്യാറാക്കിയിട്ടുള്ള ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? ഇവിടെ ക്യൂബ് എന്താണ് എഴുതിയത്? ഈ ക്യൂബ് ആണ് ശരിക്കും അല്ലെ. ഈ ക്യൂബ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബ്. ELL പ്ലാറ്റ്ഫോം ആണ്. ഇംഗ്ലീഷ് അതിന്റെ പ്ലാറ്റ്ഫോം ELL ആണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കൈറ്റിന്റെ പൂർണ്ണരൂപം. അതുകൂടി ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. കൈറ്റിന്റെ പൂർണ്ണരൂപം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ്. കേരള ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഈ കൈറ്റ് വർക്ക് ചെയ്യുന്നത്. ഇത് ലോഞ്ച് ചെയ്ത ICTയുടെ ഭാഗമായിട്ട്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള eCube ഇംഗ്ലീഷ് പ്രൊജക്ട്. eCube എന്നോട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? എൻജോയ്, എൻഹാൻസ് ആൻഡ് എൻറിച്ച്. അപ്പോൾ ഈ ക്യൂബ് ആണ്. 3 E ആണ് ഉദ്ദേശം. എന്തൊക്കെയാണ് 3 E? അത് കൂടി ഒന്ന് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് 3 E? എൻജോയ് ഉണ്ട്, എൻഹാൻസ് ഉണ്ട്, എൻറിച്ച് ഉണ്ട്. എൻജോയ്, എൻഹാൻസ്, എൻറിച്ച്. അങ്ങനെയാണ് eCube എന്ന് പറയുന്ന പേര് വരുന്നത് കേട്ടോ. എന്തിനു വേണ്ടിയാണിത് പിന്നെ തയ്യാറാക്കിയുള്ളത് പറയുന്നത്? ടു ഓഗ്മെന്റ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ലെവൽസ് ഓഫ് സ്റ്റുഡൻസ്. ദ 3 കമ്പോണൻസ് ഓഫ് eCube. 3 കമ്പോണൻസ് പറയുന്നുണ്ട്. ഒന്ന് ഈ ലാംഗ്വേജ് ലാബ് ആണ്, മറ്റൊന്ന് സമഗ്ര ഈ ലൈബ്രറി ആണ്, പിന്നെ ഈ ബ്രോഡ്കാസ്റ്റ് ആണ്. അപ്പൊ 3 ഈകൾ ഇവിടെയും വരുന്നുണ്ടല്ലോ. ഒരു ഈ ലാംഗ്വേജ് ലാബ് ഉണ്ട്, ഒരു സമഗ്ര ഈ ലൈബ്രറി ഉണ്ട്, പിന്നെ ഒരു ഈ ബ്രോഡ്കാസ്റ്റ് ഉണ്ട്. എന്താണ് സമഗ്ര ഈ ലൈബ്രറി എന്ന് കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. സമഗ്ര ഈ ലൈബ്രറി ഈസ് എ repository of children's literature books in the Samagra web portal for promoting the reading comprehension, reading fluency, writing and communication skills of students. There are grade specific stories in the Samagra e-library from grades 1 to 7. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇപ്പൊ സമഗ്ര ഈ ലൈബ്രറി എന്ന് പറയുന്നത് ഈ പറയുന്ന eCubeലുള്ള ഒരു പിന്നെ അതിന്റെ ഒരു കമ്പോണന്റ് ആണെന്നുള്ളത് ഓർത്തു വെക്കുക. പിന്നെ ഈ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് വീക്ക്ലി ബ്രോഡ്കാസ്റ്റ് ഓഫ് ലേണേഴ്സ് സ്റ്റാൻഡേർഡ് ആക്ടിവിറ്റി ബേസ്ഡ് ഇന്ററാക്റ്റീവ് ഇംഗ്ലീഷ് പ്രോഗ്രാം.
അപ്പൊ ഇന്ററാക്റ്റീവ് ഇംഗ്ലീഷ് പ്രോഗ്രാം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രോഡ്കാസ്റ്റ് ആണ്. ആ രീതിയിൽ ഓർത്ത് വെക്കുക. പിന്നെ one of the major components of e-broadcast entitled eCube Stories contain a serious story reading and story narration activities to promote students' language competencies, critical thinking and creativity. അത്ര ആദ്യമൊന്നും നിങ്ങൾ പഠിക്കാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ ഈ ബ്രോഡ്കാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, അപ്പൊ എന്താണ് ഈ പിന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഇംഗ്ലീഷ് പ്രോഗ്രാം, ഇന്ററാക്റ്റീവ് ഇംഗ്ലീഷ് പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ബ്രോഡ്കാസ്റ്റ് ആണെന്നുള്ള രീതിയിൽ അത് ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി ചിലപ്പോൾ ഇത് 3 ആയതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിലൊക്കെ ചോദിക്കാൻ എളുപ്പമുള്ള സാധനമാണ്. ഓപ്ഷനിൽ താഴെ പറയുന്നവയിൽ ഇതിന്റെ ഭാഗമല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചിട്ട് കൊടുക്കാം. ഈ ലാംഗ്വേജ് ലാബ്, ഈ ലൈബ്രറി, ഈ ബ്രോഡ്കാസ്റ്റ്, പിന്നെ ഈ വേറെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാം. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കണം. കാരണം ഈ 3 വരുന്നതൊക്കെ ആ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ആ രീതിയിൽ നിങ്ങളൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിച്ചു വെക്കണം. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള IT മേഖലയിലെ ചില ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും എനിക്ക് അറിയാം. പക്ഷെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് 2-3 തവണ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ട് കയറും. അതുകൊണ്ട് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.